അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിരസത്ത മോമിനിങ്ങളെ, ഇന്ന് നിങ്ങൾ മുന്നല്ലോ ചർച്ച ഉദ്ദേശിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತುಂಟು. ಮುಖ ಸೌಂದರ್ಯ ಯಾರಾಕೋವೇನಾയിട്ട് എന്തിനാക്കണോട്ടുള്ളത്. ಅದಕ್ಕೆ മുന്നല്ലോ ചമ്മ ആൾമാർ ഞങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടാറ്, ഓരോ ദുആ കൊണ്ട് വസിയത്താക്കിക്കൊണ്ടുള്ളാർ. അല്ലാഹു തആല എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. മനസ്സിലുള്ള എല്ലാ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈ വീഡിയോ നല്ല നല്ല കാര്യങ്ങളെല്ലാം ആൾമാർക്ക് ഇനിയും ഷെയറാക്കുന്ന ചമ്മ ആൾമാർ അല്ലാഹു എല്ലാവർക്കും ഖൈർ മാത്രം കൊടുത്ത് എല്ലാവിധ ഷർറ് തൊട്ട് സലാമത്താക്കട്ടെ. വിഷയத்துக்கு വേണ്ടേ, ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ ആൾമാരും വൈറ്റനിങ് ക്രീമിൻ്റെ ബാക്കിലുള്ളാർ, മുഖം എങ്ങനെയെങ്കിലും ഒന്ന് വെൽപ്പാട്ടി എടുക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലുള്ളാർ. അപ്പോൾ അതെല്ലാവർക്കും ഒരു ആശയിട്ടിക്കുന്നത് എന്താ പറയുക, നൻ്റെ മുഖ വെൽക്കണം, നൻ്റെ മുഖ ചന്തയിക്കണം, നൻ്റെ ಡ್ರೆಸ್ ചന്തയിക്കണം, നൻ്റെ അക ചന്തയിക്കണം, നൻ്റെ വാഹനം, ഇങ്ങനെ നൻ്റെ ചെന്നിട്ട് എന്തെല്ലാം ചൊല്ലാറാ അതെല്ലാം നല്ലിക്കൊണ്ടിട്ട് പ്രതി ഒരാളും ഇഷ്ടപ്പെട്ട കാര്യം. അതിന് ഞാൻ നിങ്ങളെതിരിൽ വന്ന് ദൂരം കൊണ്ട് ചെന്നിട്ടില്ല, എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ அதுக்கு വേണമായിട്ട് ക്രീം തേടിയിട്ട് ക്രീം എടുത്തിട്ട് ക്രീം യൂസ് ആക്കിയിട്ട് അതൊരു കൊറിയ നാൾ മാത്രം ഈ ക്രീമിൻ്റെ പവർ എത്രത്തോളം മുഖത്തിലുണ്ടോ അത്രത്തോളം മാത്രം ഒരു തെൽ വൈറ്റ് യാറായിട്ട് കണ്ട് പിന്നെ ഈ ക്രീം നിങ്ങൾ യൂസ് ആക്കാണ്ടാകുമ്പോൾ പിന്നെയും അത് ഇല്ലാണ്ടായി പോകുന്നുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു കളറുണ്ടോ അത് അവിടേക്കേ എത്തും. അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന തോൽ വെൽപ്പായെങ്കിൽ അത് വെൽപ്പേ, കറുപ്പായിട്ട് നിങ്ങൾ അത് കറുപ്പേ. അതൊക്കെ നിങ്ങൾ ഈ കറുപ്പിൽ നിങ്ങൾ ക്രീം ഇട്ടിട്ട് വൈറ്റാക്കാൻ ചെന്നെങ്കിൽ അത് സാധ്യമില്ല. അത് കൊറിയ നാൾ മാത്രം ഒരു നിങ്ങൾ എതിരിൽ കാണേണ്ട വന്നു. പിന്നെ ഇതിൻ്റെ പവർ തീന്നെങ്കിൽ അത് റിയായി അങ്ങനെ മുന്നോട്ടുന്ന അവസ്ഥയ്ക്ക് പോയിട്ട് എത്തും. അപ്പോൾ ഏതും ശാശ്വതമല്ല. പിന്നെ ഓരോ ക്രീമുകൾ ഉണ്ടാക്കുന്ന രൂപ അത് എന്തെല്ലാം അങ്ങ് യൂസ് ആക്കിയാറ്, എന്തെല്ലാം ഐറ്റം ഇട്ടാറ്, എങ്ങനെ ആക്കിയാറുള്ള വിഷയം ഞങ്ങൾ ഒന്ന് റിസർച്ച് ആക്കിയിട്ട് പഠിക്കാണ്ട് ഞങ്ങൾ ഖാലി ആരും ആ വിഷയം കേട്ടിട്ട് എടുത്തിട്ട് അത് യൂസ് ആക്കിയെങ്കിൽ മുഖത്തിൽ പിന്നെ ക്യാൻസർ വന്ന പല വിഷയങ്ങളും റിപ്പോർട്ടായതുകൊണ്ടുണ്ട്. ഏതായാലും ഞാൻ ചെന്ന് വന്നത് ഞങ്ങൾ അങ്ങനെ വൈറ്റനിങ് ക്രീമിൻ്റെ ബാക്കിൽ പോയിട്ടല്ല ഞങ്ങൾ എന്താക്കണായോ മുഖ വെൽപ്പാട്ടണായോ. പിന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പല ടൈമിലുമായിട്ട് ഞങ്ങളെ മുഖം നല്ല പോലെ വെളുത്തിട്ടിക്കുന്ന വിഷയത്തിൽ ചെന്നത്. അത് എങ്ങനെ ഇങ്ങനെ ചെന്നത് അതിന് മഹാന്മാർ ഇമാം ഗസാലി തങ്ങളെ പോലത്തെ മഹാന്മാരല്ല അത് ഒട്ടികാക്കിയിട്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നാറ്. ഞാൻ ഈ ചൊല്ലോ പോണ്ട ഒരു 4 ടിപ്സ് ഉണ്ട്. ഇതാക്കിയെങ്കിൽ നിങ്ങളെ മുഖ വെൽക്കൂ. എങ്ങനെ വെൽക്കൂ? ಅದಕ್ಕೆ മുന്നലും ഹൃദയ നല്ല പോലെ വെൽക്കൂ. ഹൃദയ വെൽത്തെങ്കിൽ അതിൻ്റെ എഫക്റ്റിൽ ഞങ്ങളെ മുഖവും നല്ല പോലെ വെൽത്തിട്ട് വരൂ. അങ്ങനെ ആയിട്ടിക്ക് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. അല്ലാഹു തആല ഞങ്ങളെ നോക്കി ഹൃദയത്ത് കയറ്റിക്ക്. അപ്പോൾ ആ ഹൃദയം ഞങ്ങൾ ഒന്ന് വെൽപ്പാട്ടിട്ട് എടുക്കണം. അങ്ങനെ വെൽത്തെങ്കിൽ അതിലൂടെ അത് കാരണത്താൽ മുഖത്തിലൊരു നല്ല വെളിച്ചം വരും, ഒരു പ്രകാശം വരും. അത് ഒരിക്കലും വാലിഡിറ്റിയിലുള്ള പ്രകാശമല്ല, അത് എന്നേക്കുമായി ഞങ്ങളെ മുഖത്തൊലിക്കറനിക്കത്തെ പ്രകാശമായിട്ടിക്കരും. അങ്ങനെ മുഖ വെളുക്കണമെങ്കിൽ ഞങ്ങളെ ഹൃദയം നല്ലാക്കണം. ആ ഹൃദയം നല്ലാക്കിയ കാരണത്താൽ മുഖ വെളുക്കണം. ആ ടിപ്സ് ആയിട്ടിക്കറ നാ ചെന്ന് പണ്ടോ 4 കാര്യങ്ങൾ ഞങ്ങൾ ആക്കണം. 4 ഒന്നാമത്തേത് ഫജ്ർ സമയം, അതായത് സുബൈരെ മുന്നല്ലോ അല്ലെങ്കിൽ സുബൈ നിസ്കരിക്കുവാൻ ഞങ്ങൾ എണിച്ച ടൈമിൽ ഒരു കുളി കുളിക്കണം. ആ കുളി എപ്പോഴും കുളിക്കുന്ന ആദത്തായിട്ട് ചളിയുള്ള ടൈമിലാവട്ടെ വേർപ്പുള്ള ടൈമിലാവട്ടെ നല്ല ഒരു വിഷയമായിട്ട് ഈ സുബൈരെ മുന്നുള്ള സുബൈ എണിച്ചപ്പോൾ ഒരു കുളി, ആ കുളി ഞങ്ങൾ കുളിക്കണം. അങ്ങനെ കുളിക്കണം ഒന്നാമത്തേത്. രണ്ടാമത്തേത് തടി ഡ്രസ്സ് എപ്പോഴും ക്ലീനിൽ ഞങ്ങൾ മെയിൻറ്റെയിൻ ആക്കിക്കൊണ്ട് വേണം. ഞങ്ങൾ ഈ ഡ്രസ്സിൽ മണ്ണിക്കറോ സ്മെല്ലിക്കറോ അങ്ങനെ ആവത്തീറ. അതിന് വേഗം ഞങ്ങൾ ഒന്ന് നല്ല ക്ലീൻ എപ്പോൾ നോക്കിയാൽ ക്ലീനിലുള്ള ഒരു അവസ്ഥ ഇക്കണം. അപ്പോൾ മനസ്സിൽ ഭയങ്കര റാഹത്താവും. മൂന്നാമത്തേത് യാ നൂറ് യാ അല്ലാ ചൊല്ലണിക്കത്തെ ദിക്ർ, അത് ഞങ്ങൾ ആവരത്ര യാറാക്കണം. ഈ ദിക്ർക്ക് വലിയ മഹത്വമുണ്ട്. ഈ ദിക്ർ യാ നൂറിൻ്റെ അർത്ഥമേ പ്രകാശമേ അള്ളാഹുനെ വിളിക്കുന്നതായിട്ടിക്കത്. നൂറ് ചെന്ന പ്രകാശ ചെന്നിട്ട് പേരുള്ള റബ്ബേൻ്റെ ഇരിക്കരുത് ഒരർത്ഥം. അപ്പോൾ അത് ഞങ്ങൾ യാറാക്കണം. എത്ര യാറാക്കണം? ഇമാം ഗസാലി തങ്ങൾ ചൊല്ലുന്നത് എത്ര വേണമെങ്കിൽ യാറാക്കാം. അതിൽ പ്രത്യേക ഒരു കണക്കും ചെഞ്ചൊല്ലത് എല്ലാത്തുക്കും ഓരോ കണക്കുണ്ടല്ലോ. ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ 33, അതുപോലെ നാരി സ്വലാത്ത് കണക്ക് പറയുമ്പോൾ 4444, അതുപോലെ എല്ലാത്തുക്കും ഓരോ കണക്കുണ്ട്. എന്നതുപോലെ ഇതിലൊരു കണക്ക് ചെന്നെങ്കിൽ 256 വട്ടം ഒരു നാൾ നിങ്ങൾക്ക് ചൊല്ലുക ആയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഹൃദയം വെളുക്കരുത്. അത് കാരണത്താൽ നിങ്ങളുടെ മുഖവും പ്രകാശിക്കരുത്. 4ാമത്തെ കാര്യം ഇമാം ഗസാലി തങ്ങൾ ചൊല്ലുന്നത്
തഹജ്ജുദായിട്ടിക്കട് തഹജ്ജുദ് നിസ്കരിக்கிறങ്ങളെ മുഖബെടുത്തിട്ടിക്കോ. ഇമാം ഗസാലി തങ്ങളെ കാലഘട്ടത്ത് ഒരു പെണ്ണുങ്ങളെ വിഷയത്തിൽ ഭയങ്കര ചർച്ച ചെയ്ത് ആൽമാരെല്ലാം ഒരു പെണ്ണുങ്ങളെ വിഷയത്തിൽ ആ പെണ്ണുങ്ങൾ എന്തെന്നില്ലാത്ത ഇവിടെ ആർക്കും കാണാത്ത ഒരു സൗന്ദര്യം ആ പെണ്ണുങ്ങളെ മുഖത്തിലുണ്ടോ ചെന്നിട്ട് ഒരു വലിയൊരു വിഷയ ചർച്ച ചെയ്ത് ഈ വിഷയം ഇമാം ഗസാലി തങ്ങൾക്ക് എത്തിയിട്ട്. അപ്പോൾ ഇമാം ഗസാലി തങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള ആൾ. അത് എന്താ ഒരു സാധാരണ അല്ല, എന്താ ഒരു പ്രത്യേകമായ ഒന്ന് ആ പെണ്ണുങ്ങളിലുണ്ടോ, അത് എന്തുകൊണ്ട് അറിയോപാനായിട്ട് ഒരു ചെറിയ കിടാവരെ കടത്തിത്തു. ഈ കിടാവ് പോയിട്ട് ആ പെണ്ണിങ്ങട്ട കേട്ട ഗസാലി മാമനെ കടത്തിരോ നിങ്ങളെ വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു ചർച്ച നടന്നുകൊണ്ട് ഭയങ്കര സ്റ്റൈല് ഭയങ്കര പ്രകാശം നിങ്ങളെ മുഖത്തിലുണ്ടല്ലേ, അതിലെ വിഷയം എന്തിനാണ് കേൾക്കുമെന്നിട്ട് എൻ്റെ കടത്തിര മാം ഗസാലി അങ്ങ് കടത്തിയത് കൊണ്ട് ആ കിടാവ് റിട്ടേൺ കടത്തുകാവില്ല എന്തിനാണ് ചെല്ലാണ്ട് ഈ പെണ്ണിങ്ങ ചെല്ലിട്ട് ഞാനങ്ങനെ പ്രത്യേകമായിട്ട് എന്തിനാ ഗൊന്തില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പ്രകാശം നിങ്ങൾ ചെണ്ട പോലെ നിങ്ങളെ മുഖത്തിൽ ഇന്നെങ്കിൽ അതിനാൽ ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന കാരണത്താൽ വന്നതായിട്ടിക്കൂ നാം തഹജ്ജുദ് വിടാണ്ട് നിസ്കരിച്ചോണ്ടുള്ള ഈ കിടാവ് ഇങ്ങനെ പോയി ഗസാലി ഇമാമിട്ട് ചെന്നപ്പോൾ ആ ഇമാം ഗസാലി തങ്ങൾ ചൊല്ലിട്ട് കറക്റ്റ് അതേ തഹജ്ജുദ് നിസ്കരിക്കുന്ന കാരണത്താലായിട്ടിക്കറ് ഒരു പ്രത്യേകമായ വെളിച്ച ഒരു ലൈറ്റ് ഒരു പ്രകാശം ആ പെണ്ണിങ്ങളെ മുഖത്തിൽ കണ്ടത് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തൊരു അർത്ഥമാക്കും ചെന്നേ വലിയ മഹത്വമുണ്ട് ഈ തഹജ്ജുദ്. അപ്പോൾ ഏതായാലും പരിശുദ്ധ മോമിനിങ്ങൾ ഈ 4 ടിപ്സ്, ഒന്ന് സുബൈര ടൈമിൽ എണിച്ചിട്ട് കുളിക്കാൻ ചെന്നിട്ടുള്ള ഒന്ന്, രണ്ടാമത്തേത് തടി ഡ്രസ്സ് എപ്പോഴും ക്ലീൻ മെയിൻറ്റെയിൻ ആക്കണം. അത് എവിടെയെങ്കിലും ബിരുദർ കെട്ടി പോകുമ്പോൾ മാത്രം ചന്താവരല്ല, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും വരുമ്പോൾ മാത്രം ചന്താവരല്ല. എല്ലാ ടൈമിലും എങ്ങനത്തെ ചിലപ്പോൾ പെണ്ണുങ്ങളെ ചമ്മ പണി സൗത്തിൽ സൊറാക്കി ബേർത്തിട്ടിക്കുവാറ് അങ്ങനെ ബേർത്തിട്ട് ഞങ്ങളെ മുട്ട ഒരാൾ വണ്ണിട്ടായെങ്കിൽ സെക്കാവരുടെ രൂപത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ട് ആരും അങ്ങനെ ആക്കത്തില്ല. കാരണം എല്ലാ ടൈമിലും ഞങ്ങൾ ഔത്തുക്കും മലക്കുങ്ങ് ബറുവാറ്, എല്ലാ ടൈമിലും നല്ല സ്വാലിഹീങ്ങൾ അറുവാഹ് ഞങ്ങൾ എന്താവും മീട്ടാവും. അപ്പോൾ അങ്ങനെല്ലാം ഞങ്ങൾ ക്ലീനിൽ മെയിൻറ്റെയിൻ ആക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഒരു റാഹത്തായിട്ടിരിക്കും, മനസ്സിൽ ഒരു റാഹത്ത്. ക്ലീൻ ഇല്ല ഒട്രാസ് ഉണ്ടാവും നിങ്ങളെ മനസ്സിലും ഭരിച്ചില്ല ആൾ മറക്കാണ്ടില്ലേ എന്തുമുണ്ട ഞാൻ കുളിച്ചിട്ടില്ല ഇതൊക്കെ പിരാന്ത് പിടിച്ചോണ്ടുണ്ടല്ലോ ചിലട്ട് അത് അങ്ങനെ ആയിട്ടിരിക്കരുത്. ഞങ്ങൾ എപ്പം ക്ലീനിൽ മെയിൻറ്റെയിൻ ആക്കണം നിങ്ങളെ തടിയും ഡ്രസ്സും. മൂന്നാമത്തേതായിട്ടിക്കത് യാ നൂറു യാ അള്ളാഹ്, നാലാമത്തേതായിട്ടിക്കത് തഹജ്ജുദ് നിസ്കാരം. അള്ളാഹു താല ഇതെല്ലാം ആക്കിയ കാരണത്താൽ ഞങ്ങളെ മനസ്സ് നല്ലാക്കിയിട്ട് മനസ്സ് വെളുത്തിട്ട് പിന്നെ മുഖവും നല്ല രൂപത്തിൽ പ്രകാശിക്കുന്ന പോലത്തെ ഈമാനികമായ പ്രകാശം അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ എന്നിട്ട് മാത്രം ഈ ടൈമിൽ ദ്വാർന്നോട്ടു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.